അതിനോടൊപ്പം തന്നെ USD-INR കൂടി വരികയാണ്. USD-INR സംബന്ധിച്ചിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഒരു തകർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഡോളറിനെതിരെ രൂപ വളരെ ശക്തമായിട്ടൊരു ഇടിവിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. 90 രൂപ 62 പൈസ എന്നൊരു നിലയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. USD-INR പേരിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ ചാർട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ത്യൻ റുപ്പി കണ്ടിന്യൂസ് ടു ബി വെരി വെരി വീക്ക്. നമുക്ക് ഇന്ത്യൻ റുപ്പിയുടെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ US ഡോളറിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഇനി US ഡോളർ INR പേരിൽ കാണാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 90 രൂപ 63 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 90 രൂപ 94 പൈസ. നമ്മൾ ഇന്ത്യൻ റുപ്പി US ഡോളർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനോടൊപ്പം സ്റ്റഡി ചെയ്യേണ്ടത് ഇസ് ദി ഡോളർ ഇൻഡെക്സ്. സോ ഈ ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ് നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ ഇസ് ആക്ച്വലി ബിക്കമിങ് വീക്ക് അഗൻസ്റ്റ് അതർ കറൻസീസ്. അതായത് ഡോളർ ഇൻഡെക്സിന്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏകദേശം ഒരു 100.50 നിന്നും 98.25 വരെ ഇടിഞ്ഞിട്ടുണ്ട്. സോ അമേരിക്കൻ ഡോളർ മറ്റ് കറൻസീസിന് എഗൻസ്റ്റ് ആയിട്ട് വീക്ക് ആകുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിക്ക് എഗൻസ്റ്റ് ആയിട്ട് അമേരിക്കൻ ഡോളർ ഇത്രത്തോളം ശക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ഒരു സ്ലൈറ്റ്ലി കോൺട്രാഡിക്റ്റിംഗ് ഒരു പാരഡോക്സ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം.